ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഡെറ്റോളും അതുപോലെ തന്നെ വിനാഗിരിയും വിനാഗിരിയും വെച്ച് നമുക്ക് എങ്ങനെ പല്ലിയുടെ ശല്യത്തെ മാറ്റിയെടുക്കാനാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിനായി ഞാനൊരു പഴയ പാത്രം എടുത്തിട്ടുണ്ട്. ഒരു പഴയ പാത്രം എടുക്കാൻ ശ്രമിക്കുക. വീട്ടിൽ പാകം ചെയ്യുന്ന ഭക്ഷണം കഴിക്കുന്നതൊന്നും എടുക്കാതിരിക്കുക. പല്ലിയെ അതുപോലെ തന്നെ എലിയൊക്കെ ഓടിക്കുന്നതായതുകൊണ്ടെങ്കിൽ ചെറിയൊരു പോയ്സൻ്റെ ഒരു എന്തെങ്കിലും അംശം ഉണ്ടെങ്കിലും അതുപോലെ തന്നെ അതിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു പഴയ പാത്രം എടുക്കാൻ ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം ഡെറ്റോൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് ഒരല്പം ഡെറ്റോൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ വിനാഗിരിയാണ് കേട്ടോ. ഏത് വിനാഗിരി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കുക. വൈറ്റ് വിനാഗിരിയോ സിന്തറ്റിക് വിനാഗിരിയോ ഏത് വേണമെങ്കിലും എടുക്കുക. ഞാൻ എടുക്കുന്നത് സിന്തറ്റിക് വിനാഗിരിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വിനാഗിരി ഒഴിക്കുമ്പോൾ തന്നെ ഒരു കളറിൻ്റെ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി ഇത് നന്നായി ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു മിശ്രിതമാണ് നമുക്ക് ആവശ്യം. നമുക്ക് പല്ലി വരുന്ന ഭാഗങ്ങളിലാണ് ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ചെറിയ സ്പ്രേ ബോട്ടിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം എൻ്റെ കയ്യിൽ ചെറുതില്ല, അപ്പോൾ ഞാൻ വലുതാണ് എടുക്കുന്നത്. വലുത് ഞാൻ ഇതുപോലെ ഒരു ഓട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ചേ ഉള്ളൂ. പല്ലി വരുന്ന ഭാഗത്ത് മാത്രം സ്പ്രേ ചെയ്തെടുക്കാനേ ഉള്ളൂ. നമ്മുടെ സ്പ്രേ ബോട്ടിലാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ്. ഇതിപ്പോൾ കയ്യിലില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ചെടികളിലൊക്കെ കീടനാശിനിക്കൊക്കെ വെള്ളം തളിച്ചു കൊടുക്കുന്ന ഒരു തരം ബോട്ടിലാണിത്. അപ്പോൾ ഇതന്നെ നമുക്ക് ധാരാളം മതി. അപ്പോൾ ഇനി ഞാനിത് പല്ല് വരുന്ന ഏരിയകളിലൊക്കെ ജസ്റ്റ് ഒന്ന് തളിച്ചിടുന്നുണ്ട്. ഒന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഈ തൊട്ട ബാക്ക് സൈഡ് തന്നെയാണ്. എപ്പോഴും ഈ ബാക്ക് സൈഡൊക്കെ നമുക്ക് പല്ലിയുടെ ശല്യം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് പതിയെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഡെറ്റോളിൻ്റെയും വിനാഗിരിയുടെയും സ്മെല്ല് ആയതുകൊണ്ട് തന്നെ തീർച്ചയായും നമുക്ക് നല്ലൊരു ഫലം കിട്ടും. അതുപോലെ അടുത്തതായി നമ്മുടെ ടി വിയുടെ ഈ പുറകുവശത്തൊക്കെ എപ്പോഴും പല്ലിയുടെ ശല്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവിടെയും ജസ്റ്റ് നമുക്കൊന്ന് തളിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ വിൻഡോയുടെ ഈ സൈഡിലൊക്കെ നമുക്ക് പലപ്പോഴും പല്ലിയുടെ ശല്യം ഉണ്ടാവാറുണ്ട്. അവിടെയൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ കിച്ചൻ്റെ ഈ ഭാഗങ്ങളിലൊക്കെ പല്ലിയുടെ ശല്യം ഉണ്ടാവാറുണ്ട്. അവിടെയൊക്കെ ഇതുപോലെ ഒന്ന് തളിച്ചു കൊടുക്കാം. അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളിലാണ് നമുക്ക് പല്ലിയുടെ ശല്യമുള്ളത് ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പല്ലി വരുന്ന ആ ശല്യത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ്. തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലെയുള്ള ടിപ്പുകളുമായി നമുക്ക് കാണാവുന്നതാണ്.